വാഴപ്പിണ്ടി പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിണ്ടി പരിപ്പ് കറിയാണ് ഇന്ന് വയ്ക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തിയാണ്. വാഴപ്പിണ്ടി നമ്മൾ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. അതിനകത്ത് ഫൈബർ കണ്ടൻ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ ചെറുപയർ പരിപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ചെറുപയർ പരിപ്പിന് പകരം സാമ്പാർ പരിപ്പ്, തോരൻ പരിപ്പ് ആയാലും മതിയാകും. അപ്പോൾ നമ്മളിവിടെ കുറച്ച് പിണ്ടി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ തോരനേക്കാളും കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി വേണം മുറിച്ച് വയ്ക്കാൻ. അതുപോലെ തന്നെ ചെറുപയർ പരിപ്പ് ഒന്ന് നന്നായി കഴുകി എടുത്തു വെച്ച് 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരപ്പ് തയ്യാറാക്കാനായി തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായ പച്ചമുളക് എടുക്കാം. അല്പം മുളക് പൊടി ഇട്ടാലും മതിയാവും. അപ്പോൾ ഞാനിവിടെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കടുക് പൊട്ടിക്കാനായി ഇവിടെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം. ഒരു കുക്കറിലേക്ക് നമ്മൾ വാഴപ്പിണ്ടിയും പരിപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേവാൻ ആവശ്യമായ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസ് ഇച്ചിരി അല്പം കൂടുതൽ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് കൂടെ ഇട്ട് അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ കുക്കർ അടച്ചു വെച്ച് വിസിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 വിസിൽ വരുന്നിടം വരെ അതൊന്ന് വെന്ത് കിട്ടട്ടെ. ആ സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാം. ഇവിടെ വെച്ചിരിക്കുന്ന തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, ഇതിനോടൊപ്പം ഒരു 3 അല്ലി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. ഒരു 3 അല്ലി വെളുത്തുള്ളി കൂടെ ഇതിനോടൊപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് തോരനേക്കാളും അല്പം നന്നായി അരയ്ക്കണം. അതുപോലെ തന്നെ പേസ്റ്റ് പരുവത്തിലും പാടില്ല. അപ്പം നമ്മളൊരു അവിയലിനൊക്കെ അരയ്ക്കുന്നത് പോലെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോഴത് റെഡി ആയിട്ടുണ്ട്. ഇനി കുക്കറിലിരിക്കുന്ന പരിപ്പ് വെന്ത് വരട്ടെ. പരിപ്പും അതുപോലെ തന്നെ പിണ്ടിയും കൂടെ ചേർന്ന് നമ്മൾ കുക്കറിൽ 2 വിസിൽ വരെ വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് മാറ്റി, വെന്ത് കിട്ടിയത് ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. ഇത് അരപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിന് ആവശ്യമായ വെള്ളം കൂടെ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. നമ്മൾ അടുപ്പ് കത്തിച്ച് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് ചുറ്റി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരുന്ന ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. ഉള്ളിയുടെ നിറം മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പിണ്ടി പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. എനിക്ക് ഇത്രയും കട്ടിയായി ഇരിക്കുന്നതാണ് ഇഷ്ടം. ഇനി ഇത് വെള്ളം പോലെയാണ് ഇരിക്കേണ്ടതെങ്കിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വാഴപ്പിണ്ടി പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വാഴപ്പിണ്ടി പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇത് വെച്ച് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക.